എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള പി എസ് സി പരീക്ഷയിൽ മാത്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 2024 ചോദിച്ചിരിക്കുന്ന, അതിൽ തന്നെ ജൂൺ മാസത്തിൽ നടത്തിയ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. LD ലെവൽ പരീക്ഷകളിലൊക്കെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രീവിയസ് ആയിട്ടുള്ള മാത്സ് ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രത്യേകിച്ചും 2024 ചോദിച്ച ചോദ്യങ്ങളുടെ അതേ മാതൃകയിലുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും നമ്മുടെ LD പരീക്ഷയിലും പ്രതീക്ഷിക്കേണ്ടത്. ഇവിടെ ഒന്നാമത് നൽകിയിരിക്കുന്ന സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം, ഈ അടുത്ത് നടന്ന ഏതൊരു പരീക്ഷാ പേപ്പർ എടുത്ത് നോക്കിയാലും സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അവിടെ നിർബന്ധമായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം പഠിക്കണം. ഇവിടെ ഈ ഒരു ചോദ്യം എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. സമാന്തര ശ്രേണിയിലെ 7ാം പദം എന്ന് പറയുന്നത് 0 എന്ന് നൽകിയിട്ടുണ്ട്. സമാന്തര ശ്രേണിയുടെ 27ാം പദം എന്ന് പറയുന്നത് 60 എന്ന് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 17ാം പദം എത്ര എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം, nth ടേം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് a+n-1 × d എന്നാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈ a എന്ന് പറയുന്നത് 1-ാം പദമാണ്, d എന്ന് പറയുന്ന ആ ഒരു സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസമാണ്, n എന്ന് പറയുന്ന ആ ഒരു nth ടേമാണ്. അതായത് ഇപ്പോൾ 17ാമത്തെ പദമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n-ന്റെ സ്ഥാനത്ത് 17 എന്ന് കൊടുക്കും. ഇനി 16ാമത്തെ പദമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 16 എന്ന് കൊടുക്കും. 50ാമത്തെ പദമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n-ന്റെ സ്ഥാനത്ത് 50 എന്ന് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ 7ാം പദം എന്ന് പറയുന്നത് 0 എന്നാണ് ഈ ഒരു ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 7ാം പദത്തിന്റെ ആ ഒരു ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാം? a+n-1 എന്നാണ്. അപ്പോൾ n-ന്റെ സ്ഥാനത്ത് 7 എന്നാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ 6d = 0 എന്നാണ് നമുക്ക് കിട്ടുക. ഇനി 27ാമത്തെ പദം എന്ന് പറയുന്നത് 60 എന്നിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക? a+27ാമത്തെ പദം എന്നാണ് പറഞ്ഞത്. അപ്പോൾ n-ന്റെ സ്ഥാനത്ത് ഞാൻ 27 കൊടുത്തു. അപ്പോൾ 27 - 1 എന്ന് പറയുമ്പോൾ 26d = എന്ത് കിട്ടി? 60 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 17ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 17ാം പദത്തിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുകയാണെങ്കിൽ a+17 - 1 എന്നാണ് വരിക. അപ്പോൾ അവിടെ 16d എന്നാണ് വരിക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരം കിട്ടും. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് a+16d എന്ന് പറയുന്ന ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് ഈ 17ാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിൽ a എന്ന് പറയുന്ന ആ ഒരു ടേമും നമുക്ക് അറിഞ്ഞിരിക്കണം, d എന്ന് പറയുന്ന ടേമും അറിഞ്ഞിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ a-ൻ്റെ വാല്യൂവും d-ൻ്റെ വാല്യൂവും നമുക്ക് കിട്ടാനായിട്ട് നമ്മുടെ കൈവശം ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഇക്വേഷനും അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ ഇക്വേഷനുമാണ് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഉപയോഗിച്ചുകൊണ്ട് a-ൻ്റെ വാല്യൂവും d-ൻ്റെ വാല്യൂവും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് ഇക്വേഷനുകളും പരസ്പരം എന്ത് ചെയ്യാൻ പോവുകയാണ്? കുറയ്ക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ 16 - 0 ചെയ്താൽ നമുക്കിവിടെ 16 എന്ന് കിട്ടും. 26d - 6d എന്ന് ചെയ്താൽ നമുക്കവിടെ 20d എന്നാണ് കിട്ടുക. a - a ചെയ്താൽ 0 എന്നായിട്ട് മാറും. അപ്പോൾ ഇവിടെ d-ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 3 എന്നാണ് കിട്ടുക. അതെങ്ങനെയാണ്? 16/20 3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് d-ൻ്റെ വാല്യൂ കിട്ടിയല്ലോ. ഇനി തന്നിരിക്കുന്ന ഈ രണ്ട് ഇക്വേഷൻ, അതായത് നമ്മൾ കണ്ടുപിടിച്ച a+26d = 16, അതുപോലെ a+6d = 0 എന്ന് പറയുന്ന ഈ രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് ഈ d-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a-ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് d-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. a+6 d-ൻ്റെ സ്ഥാനത്ത് ഞാൻ 3 എന്ന് കൊടുത്തിരിക്കുന്നു = 0. ഇപ്പോൾ നമുക്ക് a-ൻ്റെ വാല്യൂ എന്ത് കിട്ടി? 6 × 3 18 ആണ്. അത് ഇപ്പുറ സൈഡിലേക്ക് പോകുമ്പോൾ -18 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇപ്പോൾ a-ൻ്റെ വാല്യൂവും കിട്ടിക്കഴിഞ്ഞു, d-ൻ്റെ വാല്യൂവും കിട്ടി. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇത് a+60d എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. a-ൻ്റെ സ്ഥാനത്ത് ഞാൻ -18 എന്ന് കൊടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, മൈനസ് സൈൻ എന്താണ് കൊടുക്കാതിരിക്കാൻ പാടില്ല. അപ്പോൾ ഉത്തരം തെറ്റിപ്പോകും. അപ്പോൾ ഇനി അടുത്ത എന്താണ്? പ്ലസ് എന്താണ്? 16 × d-ൻ്റെ സ്ഥാനത്ത് ഞാൻ 3 എന്ന് കൊടുത്തു. അപ്പോൾ -18 + 16 × 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 48 എന്നാണ് ഇവിടെ വരിക. അതായത് ശരിക്കും ഇവിടെ വരേണ്ടത് -18 + 48. അപ്പോൾ ഇവിടെ -18 + 48 വ്യത്യസ്ത സൈനുകൾ തമ്മിലാണ് കൂട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? രണ്ടും കൂടെ കുറയ്ക്കുക. 48 - 18 ചെയ്യുക. അപ്പോൾ നമുക്കവിടെ 30 എന്നാണ് കിട്ടുക. അതിൽ വലിയ സംഖ്യയുടെ സൈൻ ഏതാണോ അതങ്ങോട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 48 വലുത്, അതിന് പോസിറ്റീവ് സൈനാണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഉത്തരം എന്താണ്? +30 എന്നാണ് കിട്ടേണ്ടത്. അതായത് ഈ 17ാമത്തെ പദം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അതായത് 7ാം പദം 0 ആണ്, 27ാം പദം 60 ആണ്. അങ്ങനെയാണെങ്കിൽ 17ാം പദം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു?
ഓപ്ഷൻ സി 30 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയണം? n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ തന്നിരിക്കുന്ന വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്തുകൊണ്ട് a+n-1 ഇൻറ്റു ഡി എന്ന ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് 7-ാം പദത്തിൻ്റെയും അതേപോലെ തന്നെ 27-ാം പദത്തിൻ്റെയും ഇക്വേഷൻ ഫോം ചെയ്തുകൊണ്ട് 17-ാം പദം കണ്ടുപിടിക്കാൻ ആവശ്യമായ എൻ്റെയും ഡിയും വാല്യൂ കണ്ടുപിടിക്കുകയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. കുറച്ച് തവണ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇനി 9ൻ്റെ 26% പ്ലസ് 15ൻ്റെ 42% ഈസ് ഈക്വൽ ടു 27ൻ്റെ x% എങ്കിൽ എക്സിൻ്റെ വില കാണുക എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 9ൻ്റെ 26% എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 26/100 എന്നാണ് വരിക. പ്ലസ് 15ൻ്റെ 42% എന്ന് പറയുമ്പോൾ 15 ഇൻറ്റു 42/100 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 27ൻ്റെ x% എന്ന് പറഞ്ഞാൽ 27 ഇൻറ്റു x/100 എന്നാണ് വരിക. നമുക്കറിയാം 9 ഇൻറ്റു 26 പ്ലസ് 15 ഇൻറ്റു 42/100 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ 27 ഇൻറ്റു x/100 എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ 100ഉം ഈ 100ഉം എന്ത് ചെയ്യും? വെട്ടിപ്പോകും. ഇനി അവശേഷിക്കുന്നത് 9 ഇൻറ്റു 26 പ്ലസ് 15 ഇൻറ്റു 42 ഈസ് ഈക്വൽ ടു 27x എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് ഇനി അവശേഷിക്കുന്നത്. അതിൽ 9 ഇൻറ്റു 26 ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക എന്ന് നോക്കാം. 9 6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 54 ശിഷ്ടം 5 ഉണ്ട്. 9 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 18 ആണ്. 18നോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ 234 എന്ന് കിട്ടും. 9 6 54 ശിഷ്ടം 5 9 2 18 18നോട് 5 കൂട്ടി 23 234 പ്ലസ് ഇനി ഇവിടെ നമുക്ക് 15 ഇൻറ്റു 42 ആണ്. അതിന് വേണമെങ്കിൽ നമുക്ക് 10 പ്ലസ് 5 ഇൻറ്റു 42 കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 420 പ്ലസ് 42 ഇൻറ്റു 5 ചെയ്തിട്ടുണ്ടെങ്കിൽ I2 10 I4 20 ആണ്. അപ്പോൾ 20 പ്ലസ് 1 ഉണ്ട്. അപ്പോൾ 210 എന്ന് കിട്ടുന്നു. ഇത് നമുക്ക് കിട്ടുക 630 ആണ്. ഇത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 4 ഇവിടെ നമുക്ക് 6 8 864 എന്നാണ് നമുക്കിവിടെ കിട്ടുക. 864. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഉള്ളത് 864 ഈസ് ഈക്വൽ ടു 27x എന്നാണ് നമ്മുടെ കൈവശമുള്ളത്. ബൈ 27 നമ്മൾ എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് 7 വെച്ച് പോവുകയാണെങ്കിൽ ഇവിടെ 3 വട്ടം പോകും. 9 വെച്ച് പോവുകയാണെങ്കിൽ 3 വട്ടം പോകും. ഇവിടെ 9 വട്ടം 81 ശിഷ്ടം 54 96 എന്ന് വരുന്നു. പിന്നെയും പോവുകയാണെങ്കിൽ 3 2 32 എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അതായത് ഈ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്കിപ്പോൾ എന്ത് കിട്ടിയത്? 32 എന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുക. അതായത് ഈ ചോദ്യമൊക്കെ എന്താണ്, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതിയിലുണ്ടാവും. പക്ഷേ നമ്മുടെ ഉത്തരം എന്ത് ചെയ്യുക? 32 കിട്ടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഏത് രീതിയാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള ആ രീതി ഫോളോ ചെയ്യുക. നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, 32 ആണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് 20 ക്യൂബ് കാണുക എന്നാണ്. ഇവിടെ നോക്കുക, ആദ്യത്തെ 20 നാച്ചുറൽ നമ്പർ ഉണ്ട്. ആ നാച്ചുറൽ നമ്പറിൻ്റെ ക്യൂബുകളുടെ തുകയാണ് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. n+1 ഡിവൈഡ് ബൈ 2 ഓൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ എത്ര ടേം ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ നോക്കുക 1 മുതൽ 20 വരെയാണ് നൽകിയത്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 20 കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് 20 ഇൻറ്റു n+1 ആണ്. 20+1 എന്ന് പറയുമ്പോൾ 21 എന്ന് വരും. ഡിവൈഡ് ബൈ 2 ആണ്. ഇത് നമുക്ക് ഇങ്ങനെ വെട്ടിയാൽ ഇവിടെ 10 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താണ്? 10 ഇൻറ്റു 21 ഓൾ സ്ക്വയർ എന്നാണ് വരിക. ഇത് നമുക്ക് 10ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100 ആണ്. ഇൻറ്റു 21ൻ്റെ സ്ക്വയർ നമുക്കറിയാം 441 ആണ്. 441 ആണ്. അപ്പോൾ ഈ 441 ഇൻറ്റു 100 ചെയ്താൽ 441 20 ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത്. 441 00 എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അവിടെ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 2 ഓൾ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനാണ് നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ആദ്യത്തെ n ഈ പറയുന്ന ക്യൂബുകളുടെ, അതായത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 2 ഓൾ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ. ഇനി അടുത്ത ചോദ്യം, ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം 3:5:8 എന്ന അംശബന്ധത്തിലാണ്.
ഇതിൻ്റെ ഉപരിതല വിസ്തീർണം 1422 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ ചതുരക്കട്ടയുടെ ഉയരം എത്രയായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് അറിയാം ഒരു ചതുരക്കട്ടയുടെ ഉപരിതല വിസ്തീർണമാണ് ഇവിടെ നൽകിയിരിക്കുന്ന 1422 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ചതുരക്കട്ട എടുക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ ഒരു ചതുരക്കട്ടയാണെന്ന് വിചാരിക്കുക. ഈ ഒരു ചതുരക്കട്ട നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നീളം എന്ന് പറയുന്നത് എത്രയാണ്? 3 അപ്പോൾ നമുക്ക് 3x ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വീതി എന്ന് പറയുന്ന 5 എന്നാണ് കൊടുത്തത്. അപ്പോൾ ഇത് നമുക്ക് 5x ആയിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഉയരം എന്ന് പറയുന്നത് 8 എന്നാണ്. അപ്പോൾ 8x ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വശങ്ങളുടെയും വിസ്തീർണങ്ങൾ കൂട്ടുന്നതാണ് ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ എഴുതുന്നത് 2 ഇൻറ്റു ലെങ്ത്ത് ഇൻറ്റു ബർത്ത് പ്ലസ്, അതായത് നീളം ഇൻറ്റു വീതി പ്ലസ്, പിന്നെയോ ബർത്ത് ഇൻറ്റു വീതി ഇൻറ്റു എന്താണ് ഉയരം പ്ലസ്, അതേപോലെ തന്നെ ഇനി അവശേഷിക്കുന്ന ഹൈറ്റ് ഇൻറ്റു ലെങ്ത്ത്. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഉപരിതല വിസ്തീർണം കിട്ടും ഒരു ചതുരക്കട്ടയുടെ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റേഷ്യോ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ ഓൾറെഡി ഈ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, 1422 എന്ന്. അപ്പോൾ 2 ഇൻറ്റു ഇവിടെ നമ്മൾ L ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യം നമ്മളിവിടെ തന്നത് നീളം ഇൻറ്റു വീതിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് 3 ഇൻറ്റു 5 എന്നാണ് വരിക. അപ്പം ശരിക്കും അവിടെ എഴുതേണ്ടത് എങ്ങനെയാണ്? 3x ഇൻറ്റു 5x എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഈ x ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് x² ആണ്. അത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിലും ആ x² ഉണ്ട്. അതുകൊണ്ട് ആ x² നമ്മൾ എന്ത് ചെയ്യും? പുറത്തോട്ട് എടുക്കും. കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് എടുക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1422 കിട്ടേണ്ടത്. അപ്പോൾ 3 ഇൻറ്റു 5 പ്ലസ്, ഇനി അടുത്തത് എന്താണ്? ബർത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ അവിടെ നോക്കുക, വീതി ഇൻറ്റു ഉയരമാണ്. അപ്പോൾ 5 ഇൻറ്റു 8 എന്ന് വരും. പ്ലസ് ഇനി അവശേഷിക്കുന്നത് എന്താണ്? ഹൈറ്റ് ഇൻറ്റു ലെങ്ത് ആണ്. അപ്പോൾ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് 8 ആണ്, നീളം എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 8 ഇൻറ്റു 3 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 5 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 15 എന്ന് കിട്ടും. പ്ലസ് 5 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 40 എന്ന് കിട്ടും. 8 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 24 എന്ന് കിട്ടും. ഇൻറ്റു x² ഈസ് ഈക്വൽ ടു 1422. ഇതിൽ 15 പ്ലസ് 40 എന്ന് പറയുമ്പോൾ 55 ആണ്. 55ഉം 20ഉം 24ഉം കൂടെ കൂട്ടുകയാണെങ്കിൽ 55ഉം 20ഉം 65, 75. 75നോട് ആ 4ഉം കൂടെ കൂട്ടുമ്പോൾ 79 കിട്ടും. 79 ഇൻറ്റു 2 എന്ന് വരും. അപ്പോൾ ഇവിടെ 9ഉം 2ഉം 18 ആണ്. അതേപോലെ തന്നെ 7 2 14 ആണ്. 14നോട് 1 കൂട്ടിയാൽ 158. x² ഈസ് ഈക്വൽ ടു 1422 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ x² വാല്യൂ 158, 1422/158. 2 വെച്ച് പോയാൽ 7 1 1 എന്ന് വരും. 2 വെച്ച് പോയാൽ 7, അതുപോലെ തന്നെ ഇവിടെ 2 വെച്ച് 9, 79 എന്നാണ് വരിക. 79 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 1 8 വരും. 9 7 63. 63ഉം 8ഉം കൂടെ കൂട്ടിയാൽ 71, 713 എന്ന് കിട്ടും. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇവിടെ എന്തെന്ന് പറയാൻ പറ്റും? 9 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ x² വാല്യൂ ആണ് നമുക്ക് എന്തെന്ന് കിട്ടിയത്? 9 എന്ന് കിട്ടിയത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ √9 ചെയ്താൽ മതി. √9 ചെയ്താൽ നമുക്കവിടെ 3 എന്നാണ് കിട്ടുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ എന്താണെന്ന് കിട്ടി? 3 എന്നാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ ചതുരക്കട്ടയുടെ ഉയരം എത്ര എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുക, നീളം വീതി ഉയരം. ഉയരം എന്ന് പറഞ്ഞാൽ 8x ആണ് ഉയരം. എക്സിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി. 8 ഇൻറ്റു 3 നമുക്കവിടെ 24 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ 2 ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബർത്ത് പ്ലസ് ബർത്ത് ഇൻറ്റു ഹൈറ്റ് പ്ലസ് ഹൈറ്റ് ഇൻറ്റു ലെങ്ത്, അല്ലെങ്കിൽ 2 ഇൻറ്റു നീളം ഇൻറ്റു വീതി പ്ലസ് വീതി ഇൻറ്റു ഉയരം പ്ലസ് അതുപോലെ തന്നെ ഉയരം ഇൻറ്റു നീളം. ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ചതുരക്കട്ടയുടെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യമാണ്. അതായത് എല്ലാ വശങ്ങളുടെയും വിസ്തീർണങ്ങൾ കൂട്ടുക, അതാണ് ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമുക്ക് 1422 ആണ് കിട്ടേണ്ടത്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ x² എന്ന് പറയുന്നത് എടുത്തിരിക്കണം. അതെടുക്കാൻ മറന്നുപോയാൽ ഉത്തരം തെറ്റിപ്പോകും. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ x ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ x² എന്നാണ്. അപ്പോൾ അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഉത്തരം കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു ചോദ്യം ചെയ്യാനായിട്ട്. നല്ലൊരു ചോദ്യമാണ്, അത്യാവശ്യം നിലവാരമുള്ളൊരു ചോദ്യമാണ്. കുറേ സമയത്ത് ചെയ്യേണ്ട ചോദ്യമാണ്. പക്ഷേ കുറച്ച് പ്രാവശ്യം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ് ഈ ഒരു ചോദ്യം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക.
24 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തതിലേക്ക് വരാം. ഒരാൾ 1800 രൂപ സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 5 വർഷത്തിന് ശേഷം 6300 രൂപ പലിശ കിട്ടിയാൽ പലിശ നിരക്ക് എത്രയായിരിക്കുമെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ സാധാരണ പലിശയാണ്, സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ I=PNR/100 എന്ന് പറയുന്ന ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മുടെ കൈവശം 1800 രൂപയാണ് അദ്ദേഹം നിക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ Pൻ്റെ സ്ഥാനത്ത് നമുക്ക് 1800 എന്ന് കൊടുക്കാം. അതുപോലെ 5 വർഷം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സ്ഥാനത്ത് 5 എന്ന് നമുക്ക് കൊടുക്കാം. ഇനി ആറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അയാൾക്ക് ലഭിച്ചിരിക്കുന്ന പലിശ 6300 എന്ന് കൊടുത്തുകൊണ്ട് ഐൻ്റെ സ്ഥാനത്ത് നമുക്ക് 6300 എന്ന് നമുക്ക് നൽകാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, 1800 ഇൻറ്റു 5 ഇൻറ്റു R/100 ഈസ് ഈക്വൽ ടു 6300. സോൾവ് ചെയ്ത് ആറിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന 18,000 എന്നാട്ടോ, ഒരു 0 കൂടെ വേണേ, 18,000 എന്നാണ് നോക്കുക. നമ്മുടെ ചോദ്യത്തിൽ 18,000 അങ്ങനെയാണെങ്കിൽ ഈ 100-ലെ 2 പൂജ്യവും ഈ പൂജ്യവും തമ്മിൽ വെട്ടിക്കളയാം. അതുപോലെ ഈ പൂജ്യവും ഈ പൂജ്യവും ഞാൻ വെട്ടിക്കളയുന്നു. അതിനുശേഷം നമുക്ക് 9 വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഇത് 2 വരും. ഇത് നമുക്ക് വെട്ടുകയാണെങ്കിൽ 9 ഇൻറ്റു 7 ആണ് 63. അപ്പോൾ ഇവിടെ നമുക്ക് 70 എന്ന് കിട്ടും. ഈ 5ഉം 2ഉം കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 എന്നാണ് വരിക. അതിലെ ഈ പൂജ്യവും വെട്ടി 6ൻ്റെ സ്ഥാനത്ത് 7% എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം 7%, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഉത്തരം കിട്ടിയിട്ടുണ്ട്, 7% എന്നാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ 55ാമത്തെ ചോദ്യവും ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കാം. ഒരു യാത്രയിൽ കാർ ആദ്യത്തെ 3 മണിക്കൂർ സമയം 40 km/മണിക്കൂർ വേഗതയിലും ശേഷിക്കുന്ന 5 മണിക്കൂർ സമയം 48 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചാൽ കാറിൻ്റെ ശരാശരി വേഗത എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ ശരാശരി വേഗത കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് സഞ്ചരിച്ച ദൂരം, ടോട്ടൽ അവർ സഞ്ചരിച്ച ദൂരം ഡിവൈഡ് ബൈ അത്രയും ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയം. ഇതാണ് എന്തെന്ന് പറയുന്നത്, ശരാശരി വേഗതയുടെ സൂത്രവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യത്തെ 3 മണിക്കൂറിൽ 40 km/മണിക്കൂർ വേഗതയിലാണ് സഞ്ചരിച്ചത് എന്നാണ് പറഞ്ഞത്. അതായത് നമുക്കറിയാം പെർ മണിക്കൂറിൽ 40 കിലോമീറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പെർ മണിക്കൂറിൽ 40 കിലോമീറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 മണിക്കൂർ പോയല്ലോ. അപ്പോൾ 1 മണിക്കൂറിൽ 40 ആണെങ്കിൽ 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 40 ഇൻറ്റു 3 എന്നാണ് വരിക. എന്താ വരിക? 40 ഇൻറ്റു 3 എന്നാണ് വരിക. അതായത് നമുക്ക് 120 കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് നമുക്ക് പറയാം. പ്ലസ് ഇനി അടുത്ത പറയുന്നത് എന്താണ്, 5 മണിക്കൂർ സമയം 48 km/മണിക്കൂറിൽ സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്, 1 മണിക്കൂറിൽ 48 കിലോമീറ്റർ. അപ്പോൾ 5 മണിക്കൂറിൽ 48 ഇൻറ്റു 5 എന്നാണ് വരിക. 48 ഇൻറ്റു 5, അപ്പോൾ 8×5 40 വരും. ശിഷ്ടം 4, I4 20, ശിഷ്ടം 4 കൂട്ടിയാൽ 240. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.6. അപ്പോൾ ഇവിടെ 0.6 360 കിലോമീറ്ററാണ് ടോട്ടൽ സഞ്ചരിച്ചിരിക്കുന്നത്. എത്ര സമയം എടുത്തു? ഈ 3ഉം 5ഉം കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. ഇനി ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസറിലേക്ക് പോകാം. ഇത് വെട്ടിക്കഴിഞ്ഞാൽ 4 വട്ടം പോവും. നമുക്കറിയാം 8 4 എന്ന് പറയുന്നത് 32 ആണ്. ശിഷ്ടം അവിടെ 4 ഉണ്ട്. അപ്പോൾ അവിടെ 4 ആ 0 കൂടെ കൂട്ടുമ്പോൾ 40 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് 8 ഇൻറ്റു 5 ആണ് 40. അപ്പോൾ നമുക്കവിടെ 45 എന്ന് കിട്ടും. ഓപ്ഷൻ ബി 45 km/മണിക്കൂറാണ് ഇതിൻ്റെ ശരാശരി വേഗത എന്ന് പറയുന്നത്. ഇനി അടുത്തത്, റാണി ഒരിടത്ത് നിന്ന് തെക്കോട്ട് 20 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷം നോക്കാം. നമുക്ക് ആ ഒരു വായിക്കുന്നതിനോടൊപ്പം തന്നെ വരച്ചു പോകാം. റാണി ഒരു ഇടത്ത് നിന്ന്, അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റായിട്ട് എടുക്കാം, 20 മീറ്റർ സഞ്ചരിച്ചിരിക്കുകയാണ്. തുടർന്ന് വടക്കോട്ട് 30 മീറ്റർ സഞ്ചരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എന്താണ്, വടക്കോട്ട് പോയി, അതായത് ഇവിടം വരെ എത്തി, എന്നിട്ട് പിന്നെ മേലോട്ട് പോയി. അപ്പോൾ ടോട്ടൽ 30 ആണല്ലോ. ഓൾറെഡി ഇവിടം വരെ എത്രയാണ്? 20 ഉണ്ട്. പിന്നെ ഇങ്ങോട്ടുള്ള ഒരു 10ഉം കൂടെ നമ്മൾ എടുത്തിരിക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ ഈ ഒരു ദിശയിൽ 10 മീറ്റർ പോയിരിക്കുകയാണ്. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 30 മീറ്റർ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും എന്താണ്, ഒരു 30 മീറ്റർ പോയിരിക്കുകയാണ്. പിന്നെ ഇവിടെ കിഴക്കോട്ട് 20 മീറ്റർ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു 20 മീറ്റർ സഞ്ചരിച്ചിരിക്കുന്നു. 20 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ റാണി തിരിച്ചിടത്തു നിന്ന് എത്ര അകലത്തിലാണ് റാണി ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. എത്ര അകലത്തിലാണ്? അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്കൊരു മട്ടത്രികോണം ഫോം ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു മട്ടത്രികോണം ഫോം ചെയ്യാം.
അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാ ഇങ്ങനെ ഒരു മട്ടത്രികോണം നമ്മൾ ഫോം ചെയ്തു. ഇവിടെ നിന്നാണ് റാണി നമ്മുടെ സഞ്ചാരം ആരംഭിച്ചത്. ഫൈനലായിട്ട് റാണി എത്തി നിൽക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓൾറെഡി ഇവിടെ 20 ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട് 10 ഉണ്ട്. 20ഉം 10ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി 30 എന്ന് നമുക്ക് ലഭിക്കും. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഓൾറെഡി ഇവിടെ 10 ഉണ്ട്, ഇവിടെ ഇതാ 30 ഉണ്ട്. അപ്പം നമുക്കവിടെ 40 എന്ന് കിട്ടി. നമുക്ക് ആ മട്ടത്രികോണത്തിൻ്റെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗം കർണമാണ്. കർണത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. പാദം സ്ക്വയർ പ്ലസ് ലംബൻ സ്ക്വയർ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 14 സ്ക്വയർ പ്ലസ് 13 സ്ക്വയർ എന്നാണ് വരിക. അതായത് നമുക്കിത് ചെയ്ത സ്ക്വയർ റൂട്ട് ഓഫ് 40ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1600 30ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 900 ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 2520 എന്ന് കിട്ടും. അതായത് 2500 എന്ന് കിട്ടും. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും? 25 × 100 എന്ന് എഴുതാമല്ലോ. 25ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ 5 വരും. 100ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ 10 എന്ന് വരും. അപ്പോൾ ഇവിടെ 5 × 10 ചെയ്താൽ 50 മീറ്റർ എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, വരയ്ക്കുമ്പോൾ ഈ പറയുന്ന ലെങ്ത്ത് നമ്മൾ എടുക്കുന്ന ആ ലെങ്ത്ത് നമ്മുടെ ചിത്രത്തിൽ മാറിപ്പോകരുത്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമായിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു മട്ടത്രികോണമൊക്കെ ഫോം ചെയ്യാൻ പറ്റുമോ എന്നും കൂടെ നോക്കുക. കാരണം ഇവിടെ തന്നിരിക്കുന്ന ഈ വാല്യൂ എന്ന് പറയുന്നത് ചെറിയ ചെറിയ വാല്യൂസാണ് ഓപ്ഷനിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ആ മട്ടത്രികോണം ഫോം ചെയ്ത് തന്നെയായിരിക്കും ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക എന്നൊരു ധാരണ ഉണ്ടായിരിക്കണം. അങ്ങനെ ആ ഒരു മട്ടത്രികോണം ഫോം ചെയ്ത് അതിൻ്റെ കർണമാണ് നമ്മുടെ ഉത്തരമെന്ന് മനസ്സിലാക്കി ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചേരുക. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഒരു ക്ലോക്കിൽ 10:10 AM സമയം കാണിക്കുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണത്രയാണ് നമ്മൾ സാധാരണ ഉപയോഗിച്ച് ചെയ്താൽ മതി. 30h - 11/2 m എന്ന് പറയുന്ന ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതേ സമയത്ത് നമ്മൾ സാധാരണ ക്ലോക്കിൻ്റെ ചിഹ്നം വരച്ചുകൊണ്ട് ആംഗിൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലും പറഞ്ഞുതരാം. ഇവിടെ 30h - 11/2 m എന്നാണ് കൊടുത്തിരിക്കുന്നത്. 30h എന്ന് പറയുമ്പോൾ എച്ചിൻ്റെ സ്ഥാനത്ത് ഞാനിവിടെ 10 എന്നാണ് കൊടുത്തിരിക്കുന്നത്. -11/2 എമ്മിൻ്റെ സ്ഥാനത്ത് നമ്മളിവിടെ 10 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി 30 × 10 എന്ന് പറയുമ്പോൾ 300 മൈനസ് ഇത് ഇങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താണ് 5 വരും. 5 × 11 55 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ 300 - 55 ചെയ്യണം. 300 - 55 ആണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാൽ 10 നിന്ന് പോയ 5 വരും. പിന്നെ ഇവിടെ 9 ആണ്. 9 നിന്ന് പോയാൽ 4 വരും. പിന്നെ ഇവിടെ വരുന്നത് എന്താണ് 2 വരും. ഇവിടെ 9 നിന്ന് 5 പോയ 300 കുറയ്ക്കണം 55 ആണ്. 300 കുറയ്ക്കണം 55 ശരിയാണ്. 245 വരിക. അപ്പോൾ ഇവിടെ 150ന് മുകളിലുള്ള ഒരു വാല്യൂ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, 360ൽ നിന്ന് ഇത് കുറയ്ക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 245. അപ്പോൾ ഇവിടെ നോക്കുക 5 വന്നു. ഇവിടെ എന്ത് വന്നു, നമ്മുടെ 5ൽ നിന്ന് 1 പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ 5ൽ നിന്ന് 4 പോയിട്ടുണ്ടെങ്കിൽ 1 വരും. ഇവിടെ 115 വരും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഈ പറയുന്ന 245 കിട്ടി. 245 150നേക്കാൾ കൂടുതലുള്ള ഒരു വാല്യൂ ആയതുകൊണ്ട് 360ൽ നിന്ന് നമ്മൾ കുറച്ചു. അങ്ങനെ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടി, 115 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ സ്റ്റെപ്പിലൂടെ നമ്മൾ കടന്നുപോയി. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റേ ആ ഒരു ചിത്രം വരച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കുന്നു. നമ്മുടെ 10:10 എന്ന് പറയുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മണിക്കൂർ സൂചി 10നോടും അതേപോലെ തന്നെ മിനിറ്റ് സൂചി 2ൻ്റെ നേരെയാണ്. അതിനുശേഷം 11 ഉണ്ട്, 12 ഉണ്ട്, 1 ഉണ്ട്. നമുക്കറിയാം ഓരോ 5 മിനിറ്റും എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടം വരെ നോക്കുമ്പോൾ ഇവിടെ ഒരു 30, ഇവിടെ ഒരു 30, ഇവിടെ ഒരു 30, ഇവിടെ ഒരു 30, നമുക്കവിടെ 120 എന്ന് കിട്ടി. പക്ഷേ യഥാർത്ഥത്തിൽ ഈ 10:10 എന്ന് പറയുന്ന സമയത്ത് 10:10 എന്ന് പറയുന്ന സമയത്ത് ഈ മണിക്കൂർ സൂചി എന്ന് പറയുന്നത് 10നും 11നും ഇടയിലാണെന്ന് നമുക്കറിയാം അല്ലേ. മണിക്കൂർ സൂചി ഈ ഓരോ സമയം കടന്നു പോകും തോറും 11 മണിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ഒരു ചെറിയ ആംഗിൾ, ആ ഒരു ചെറിയ ആംഗിൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന 120നോട് കുറയ്ക്കണം. ആ ചെറിയ ആംഗിൾ വളരെ സിമ്പിളാണ്. ഇവിടെ എത്രയാണോ മിനിറ്റ് ഉള്ളത് അതിൻ്റെ പകുതി എടുത്താൽ മതി. അതായത് ഇപ്പോൾ 10 ആണ്, 10ൻ്റെ പകുതി എന്ന് പറയുന്നത് 5 ആണ്. അത് ഈ 120നോട് കുറച്ചാൽ 115 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ ഒരു രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഉത്തരത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഇക്വേഷനാണോ ഫോം ചെയ്യുന്നത്, ആ ഇക്വേഷൻ ഉപയോഗിച്ചാണോ ചെയ്യുന്നത്, ആ രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ഫോളോ ചെയ്യുക. ഉത്തരം കിട്ടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ സി 115 ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, സ്ക്വയർ റൂട്ട് ഓഫ് 10 × സ്ക്വയർ റൂട്ട് ഓഫ്
2 ക്യൂബ് ഓൾ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 5 ക്യൂബ് ഓൾ സ്ക്വയർ എന്നതാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് 2 ക്യൂബ് ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ക്യൂബ് തന്നെയാണ്. നമുക്കറിയാം എ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എ എന്നാണ് വരിക. ഇവിടെ എന്താണ്? 2 ക്യൂബ് ഓൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്ത് എന്താ കിട്ടുക? 2 ക്യൂബ് എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് 10 ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു ഇവിടെ 5 ക്യൂബ് ഓൾ സ്ക്വയറാണ്. 5 ക്യൂബ് ഓൾ സ്ക്വയറാണ്. അപ്പോൾ അത് ചെയ്താൽ എന്ത് കിട്ടും? 5 ക്യൂബ് എന്നാണ് കിട്ടുക. 5 ക്യൂബ് എന്നാണ് കിട്ടുക. ഇതൊരു കാരണവശാലും 2 ക്യൂബ് എടുക്കരുത്, അതേപോലെ തന്നെ 5 ക്യൂബ് എടുക്കരുത്. അതായത് 2 ക്യൂബ് 8 എന്നോ 5 ക്യൂബ് 125 എന്നോ എടുക്കാൻ പാടില്ല. കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കും എ ക്യൂബ് ഇൻറ്റു ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി ഓൾ ക്യൂബ് ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷൻ മാത്രം എടുത്താൽ 2 ഇൻറ്റു 5 ഓൾ ക്യൂബ് എന്ന് കിട്ടും. 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? 10 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്വയർ റൂട്ടിനുള്ളിൽ 10 ഇൻറ്റു 10 ക്യൂബ് എന്ന് വരും. അതായത് ഇത് ശരിക്കും 10⁴ എന്നാണ് വരിക. സ്ക്വയർ റൂട്ട് എടുത്താൽ എന്ത് വരും? 10⁵2 എന്നാണ് വരിക. അപ്പം ഇവിടെ 100 എന്നാണ് ഉത്തരം വരിക. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 എന്നാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ 2 ക്യൂബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ 5 ക്യൂബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അങ്ങനെയൊന്നും പോകരുത്. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ എന്താണ്? കുറേ സമയം എടുക്കും, നമുക്ക് സമയം കുറേ നഷ്ടപ്പെടും. അതുകൊണ്ട് പരമാവധി നമ്മൾ സമയം ലാഭിച്ചു വേണം ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഈ മാത്സിലെ ചോദ്യങ്ങൾ നമ്മൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും, കുറേ സമയം എടുത്ത് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അപ്പോൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. 4 പുരുഷന്മാരും 8 സ്ത്രീകളും ചേർന്ന് 10 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു. അതേ ജോലി പൂർത്തിയാക്കാൻ 3 പുരുഷന്മാരും 7 സ്ത്രീകൾക്കും കൂടി 12 ദിവസം വേണ്ടിവരുമെങ്കിൽ 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കുമെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നിരിക്കുന്നത് 4 പുരുഷന്മാരെന്നാണ്. അപ്പോൾ ഞാനിവിടെ 4 പുരുഷന്മാർ ഞാൻ മെയിൽ എന്നെടുത്തു. അപ്പോൾ 4M എന്ന് കൊടുത്തു. പ്ലസ് എന്താണ്? 8 സ്ത്രീകളാണ്, 8W എന്നെടുത്തു, വുമൺ എന്ന് കൊടുത്തു. അവർ എത്ര ദിവസമാണ്? 10 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം. 4M + 8 വുമൺ ഇൻറ്റു 10 എന്ന് നമുക്ക് എടുക്കാം. അതായത് വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ഈ പുരുഷന്മാരുണ്ട്. അപ്പോൾ 4 പുരുഷന്മാരും 8 സ്ത്രീകൾ, അതാണ് നമ്മളിവിടെ കണക്കാക്കുക. 10 എന്ന് പറയുന്നത് ടൈമാണ്, 10 ദിവസം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കുക, അടുത്തിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 3 പുരുഷന്മാരും, അതായത് 3 men പ്ലസ് 7 സ്ത്രീകൾ എന്നാണ്, 7W. അവരെത്രയാണ്? 12 ദിവസം കൊണ്ട് ഈ ഒരു വർക്ക് പൂർത്തീകരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും ചെയ്തിരിക്കുന്ന വർക്ക്, രണ്ട് കണ്ടീഷനിലും എന്താണ്? സെയിം വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഈക്വൽ സൈൻ കൊടുക്കാൻ പറ്റും ഇടയിൽ. ഇനി ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്താണ് സോൾവ് ചെയ്തിട്ട് എമ്മിൻ്റെയും ഡബ്ല്യുവിൻ്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് ആദ്യം തന്നെ ഒന്ന് വെട്ടിച്ചുരുക്കാം. ഇവിടെ 5 കൊടുത്തു, 2 വെച്ച് പോയാൽ ഇവിടെ നമുക്ക് 6 എന്നും കൊടുക്കാം. ഇനി ഇതിന് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ആണ്. 5 ഇൻറ്റു 4 ചെയ്താൽ നമുക്കിവിടെ 20M എന്ന് കിട്ടും. പ്ലസ് 8 ഇൻറ്റു 5 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ 40W എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 3 ചെയ്തിട്ടുണ്ടെങ്കിൽ 18M എന്ന് കിട്ടും. പ്ലസ് 7 ഇൻറ്റു 6 ചെയ്തിട്ടുണ്ടെങ്കിൽ 42W എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് 42W എന്ന് കിട്ടി. 7 ഇൻറ്റു 6 ചെയ്തപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 42W ആണ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 20M + 40W = 18M + 42W ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് എമ്മിൻ്റെ വാല്യൂവിനെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 20M - 18M എന്ന് വരും. അതായത് നമുക്കവിടെ 2M എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 40 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 42W - 40W എന്ന് വരും. അപ്പോൾ നമുക്കവിടെ 2W എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് M/W എന്ന് പറഞ്ഞാൽ 2/2 എന്നാണ് വരിക. അതായത് നമുക്കതിനെ 1/1 എന്ന് എഴുതാം. അതായത് എമ്മിൻ്റെ വാല്യൂ 1 ആണ്, ഡബ്ല്യുവിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടോട്ടൽ വർക്കിന് കണ്ടുപിടിക്കണം. അതായത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടല്ലോ 4M + 8W × 10 എന്ന് പറയുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, എന്താണ്? 4M. അതായത് ആദ്യത്തെ കണ്ടീഷൻ 4 പുരുഷന്മാരും 8 സ്ത്രീകളും ചേർന്ന് ടോട്ടൽ അവിടെ 10 ദിവസമാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ 3 പുരുഷന്മാരും 7 സ്ത്രീകളും കൂടി 12 ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിൽ കൊണ്ടുപോയിട്ട് ഈ എമ്മിൻ്റെയും ഡബ്ല്യുവിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 × 1 + 8 × 1 × 10 ചെയ്ത ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ 4 × 1 4, 8 × 1 8, 8 + 4 12, 12 × 10 ചെയ്ത ടോട്ടൽ വർക്ക് നമുക്കിവിടെ 120 എന്ന് കിട്ടി. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 8 പുരുഷന്മാർ മാത്രം ഈ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കുമെന്നാണ്. അപ്പോൾ 8 പുരുഷന്മാർ എന്ന് പറയുമ്പോൾ 8M ആണ്.
എമ്മിൻ്റെ വാല്യൂ എന്താണ് 1 ആണല്ലോ. അപ്പോൾ 8 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 8 എന്ന് കിട്ടും. അതേ ഡിവൈഡ് അതായത് 120 ഡിവൈഡ് ബൈ 8 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ പോകുമ്പോൾ ഒരു വട്ടം പോകും, പിന്നെ 4 ബാക്കിയുണ്ട്. അപ്പോൾ 40-ൽ 5 വരും, 15 ദിവസം എടുക്കും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അതായത് വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അതിൽ ഈ വർക്കിൻ്റെ വാല്യൂ ആണ് നമുക്കിപ്പോൾ 120 എന്ന് കിട്ടിയത്. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഈ 8M ആണ്. 8 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 8 ആണ്. അത് നേരെ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ നമ്മളിവിടെ 8 എന്ന് കൊടുത്തു. അപ്പോൾ ടൈം നമുക്ക് കിട്ടിയ എത്രയാണ്? 15 ദിവസം. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇപ്പോൾ ഇവിടെ മാത്സിലെ 10 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങളാണ്. LDC പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന, കാരണം ഓൾറെഡി 2024 ചോദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചു വേണം LDCക്ക് പോകാനായിട്ട്. 2021 LDC നോക്കിയാൽ തന്നെ അറിയാം, അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങളാണ് അന്ന് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസുകൾ പ്രതീക്ഷിക്കണം. ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യാൻ പോവുക. അപ്പോൾ ഇതേ ചോദ്യങ്ങളൊക്കെ ഈ രീതിയിൽ തന്നെയാണ് ചോദിക്കുക. പിന്നെ ഇതിലും എളുപ്പമുള്ള രീതിയിലുള്ള വേറെ ചോദ്യങ്ങളുണ്ട് ഇതേ ഭാഗത്ത്. അപ്പോൾ ഓരോ ഭാഗങ്ങളും നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് മുന്നോട്ട് പോവുക, മനസ്സിലാക്കി പഠിച്ചിട്ട് മുന്നോട്ട് പോവുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയ 10 ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു മുമ്പ് നമ്മൾ കുറേ മാത്സിൻ്റെ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന LDC പരീക്ഷ ഗുണകരമായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാവുന്നതാണ്. യൂട്യൂബ് ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.